മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട് ഇന്നലെ സുന്നത്ത് കർമ്മത്തിനിടെ അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ 4 മാസം പ്രായമായ കുഞ്ഞു മരിച്ചത് വലിയ വിവാദമായിട്ടുണ്ട്. വലിയ അനിഷ്ടമായ സംഭവമാണ് ഉണ്ടായത്. ഈ കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. കോഴിക്കോട് കാക്കൂരിലെ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിലായിരുന്നു. ക്ലിനിക് അധികൃതരാണ് ഇക്കാര്യം പറയുന്നത്. അതേസമയം ഇത് മറച്ചുവെച്ചാണ് കുടുംബാംഗങ്ങൾ അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കിയത് എന്നും, അതായത് സുന്നത്ത് കർമ്മം നടത്തുന്നതിന് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. അനസ്തേഷ്യ നൽകിയ ഉടനെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും ക്ലിനിക് അധികൃതർ പറയുന്നുണ്ട്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. പ്രീമച്ചർഡ് കുട്ടിയാണ്, 8 മാസത്തിലേറ്റം പ്രസവിച്ചതെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവർ പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ അതിന് വേണ്ടിയുള്ള വാഷിംഗ് ഒക്കെ നടത്തി അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും, അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുട്ടി ബലം പിടിച്ചു എന്ന് പറയുന്നു. പിന്നെ കരച്ചിലായി. അതുകൊണ്ട് സർക്കം ചെയ്യാതെ പീഡിയാട്രീഷ്യനിലെ എയർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യൻ ചെറിയ ഡോസ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത്. അതെ, കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ ടെക്നിക്കൽ സൈഡ് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് കുട്ടി വീക്കായിരുന്നു. കാരണം എന്താണെന്ന് ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിയട്ടെ, നമുക്ക് സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ഡോക്ടർ പറഞ്ഞ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത ഉടനെ പിന്നെ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സറൗണ്ടിൽ ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്ത സമയത്താണ് ഇതുണ്ടായത്. അത് കുട്ടി കോഴിക്കോട് ഫറൂഖിലെ കുട്ടിയാണ് മരിച്ചത്. 4 മാസം പ്രായമായിരുന്നു കുട്ടിക്ക്. സുന്നത്ത് കർമ്മം ചെയ്യുന്നതിനിടെയാണ് അനസ്തേസിയ നൽകുന്നതിൽ അപാകത ഉണ്ടാവുകയും കുട്ടി മരിക്കാനിടയായ സാഹചര്യം വന്നതും. ഇപ്പോൾ ആശുപത്രിയുടെ വിശദീകരണമാണ്. കോഴിക്കോട് തന്നെയുള്ള കാക്കൂർ കോഓപ്പറേറ്റീവ് ക്ലിനിക്കിലായിരുന്നു സുന്നത്ത് നടത്തിയത്. അവിടെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നത്. ആശുപത്രിക്കാർ പറയുന്നത് അവരുടെ അനാസ്ഥയല്ല, ഈ കുട്ടി മാസം തികയാതെ ജനിച്ചതാണ്. ഇക്കാര്യം കുടുംബാംഗങ്ങൾ അറിയിച്ചിരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ ഒരു തരത്തിലുള്ള പരാതിയും കൊടുത്തിട്ടില്ലേ? അവരുടെ ഒരു വിശദീകരണം കിട്ടുന്നുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മഞ്ജുഷൻ, നമ്മൾ രാവിലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിരുന്നു. അവിടെയാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ആ കുട്ടിയുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് തൽക്കാലം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനൊന്നുമില്ല. ആശുപത്രിക്കെതിരെ ഈ ഘട്ടത്തിൽ തങ്ങൾ പരാതി നൽകുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടായാൽ, അതായത് ചികിത്സയുടെ ഒരു പിഴവ് മൂലമാണ് മരണമെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് പരാതി നൽകുക. എന്തായാലും ഈ ഘട്ടത്തിൽ തങ്ങൾക്ക് മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന ഒരു വിശദീകരണമാണ് നൽകിയത്. ഇതിനുശേഷമാണ് നമ്മൾ ഈ ക്ലിനിക്കിലെ ആളുകളെ സമീപിച്ചത്. അവർ ഈ പീപ്പിൾ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സഹകരണ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാണ്. കിടത്തി ചികിത്സയൊന്നുമില്ല. രോഗികൾ ഡോക്ടർമാരെ കാണാൻ പോകുന്നു, അങ്ങനെ കൺസൾട്ടേഷൻ ചെയ്യുന്നു. അത്യാവശ്യമെങ്കിൽ ഒബ്സർവേഷൻ സൗകര്യങ്ങളൊക്കെ മാത്രമുള്ള ഒരു ക്ലിനിക്കാണ്. ആ ക്ലിനിക്കിലേക്കാണ് ഇവർ എത്തിയത്. ആ സമയത്ത് ഈ കുട്ടി പ്രിമച്ചർ ബേബിയാണ്, അതായത് മാസം തികയാതെ പ്രസവിച്ച ഒരു കുട്ടിയാണ് എന്ന കാര്യം ആശുപത്രിയിൽ അറിയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഈ ക്ലിനിക്കിൽ അറിയിച്ചിരുന്നില്ല. ഈ സുന്നത്ത് നടത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ ഈ ലോക്കൽ അനസ്തേഷ്യയ്ക്ക് നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള ബലപ്രയോഗം നടത്തി. അതുകൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ യഥാർത്ഥത്തിൽ എത്ര മാസം പ്രായമായിരുന്നു? 4 മാസം എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയാണല്ലോ.